ട്രാവൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ എവ്രിവൺ, ഞങ്ങൾ ഇന്ന് പോകുന്നത് കേരള ഹൗസിന്റെ കാർണിവൽ പരിപാടിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് എന്തിനീ ഒരുങ്ങി കെട്ടിയൊക്കെ പോകുന്നത്. അപ്പൊ ഇന്ന് അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെഗാ തിരുവാതിര കളിയാണ്. ഇത് നടക്കുന്നത് ലൂക്കൻ യൂത്ത് സെന്ററിലാണ്, പ്രിംറോസ് ലൈൻ. അപ്പം ഒരുപാട് നാൾക്ക് ശേഷം, അതായത് കോവിഡ് 2020 തൊട്ട് ഇത് നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ 2 വർഷത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പൊ അയർലൻഡിലെ ഒട്ടുമിക്ക എല്ലാ മലയാളികളും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പം കുറെ പരിപാടികളുണ്ട്. അതില് തിരുവാതിര കളി, റെപ്പേൽ ഷോ, പിന്നെ ഫുഡടിയാണ് മെയിനായിട്ടും. അപ്പം ഫുഡ് ഒത്തിരി ഉണ്ട്. ഇപ്രാവശ്യം കോഴിക്കോടൻസിന്റെ സ്റ്റാളല്ലേ, കോഴിക്കോടൻസിന്റെ സ്റ്റാള്, മന്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതാണ് ഞങ്ങൾ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല, നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ നമ്മൾ വന്നപ്പോ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ഭയങ്കര ബ്ലോക്കാണ്, അകത്തോട്ട് കയറാൻ പോലും സ്ഥലമില്ല. അതില് ഒരു റോഡ് ഭയങ്കര ചെറുതാ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് കയറാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തിട്ടിട്ട് എനിക്ക് നടക്കേണ്ടി വരും അല്ലേ, അങ്ങനെ ആണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. വോളണ്ടിയേഴ്സ് ഇവിടുത്തെ. എനിക്കൊന്ന് പാർക്കിംഗ് ആകത്തായില്ല. ഗാഡവണ്ടി അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അവിടെ വരുന്നുണ്ട്. പാർക്കിംഗ് കിട്ടാതെ ഞങ്ങൾ 1 കിലോമീറ്റർ അപ്പുറത്തുണ്ടെങ്കിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. അങ്ങനെ ചെറിയ പാർക്കിംഗ് കിട്ടിയിട്ട് ഇപ്പം നടക്കുവാണ്. ഒരുപാട് ആൾക്കാർ അവിടെ നടന്നു പോകുന്നുണ്ട്. അതിനകത്ത് പാർക്കിംഗ് കുറവാണ്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ ഗ്രൗണ്ടിൽ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി സർപ്രൈസ് ആയിപ്പോയി. കാരണം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കാർണിവലാണ്. അപ്പം ഭയങ്കരമായിട്ട് ഉള്ളൊരു ആൾക്കൂട്ടമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ രാവിലെ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പം 11 മണി ആയതേ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇത്രയും ആളായി. ഇത് ഒന്നും പ്രോഗ്രാമൊന്നും ഓണായിട്ടൊന്നുമില്ല. അപ്പം ഈ റൈഡ്സൊക്കെ മാത്രമേ ഓണാക്കിയിട്ടുള്ളൂ. അതുമാത്രമല്ല, പിള്ളേരെയൊക്കെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ്. പിള്ളേരെല്ലാം ഒരു സൈഡിൽ കളിക്കുന്നു, റൈഡ്സിന് പോകുന്നു. റെപ്റ്റൈൽ ഷോ അതും പിന്നെ മാജിക് ഷോ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതേ. ഈ ഒരു സമയത്ത് ഇത്രയും ആൾക്കൂട്ടമായിരുന്നു അവിടെ. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ആൾക്കൂട്ടമാണോ ഈ ടൈമിൽ. അടുത്തതായിട്ട് ഞാൻ നോക്കി നടന്ന സാധനമാണ് ഈ കരിയാപ്പില. ഞാൻ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഇവിടെ കൊണ്ടൊന്ന് മുളപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ ഇവിടെ കാരവൻസിലൊക്കെ കൊണ്ടുവന്നിട്ട് ഫുഡിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി കാറ്ററിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലാതെയും കുറേ പേര് ചേർന്ന് സ്റ്റോൾസ് ഇട്ടിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം ഓരോന്നായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഷീല പാലസിൻ്റെ ആണ് ഈ സ്റ്റോള്. പിന്നെ അടുത്തത് ഇതിൻ്റെ അതിൻ്റെ തന്നെ 2 സ്റ്റോൾസ് ഉണ്ട്. അവരൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. ഭയങ്കര ഒരു എന്നാ പറയുന്ന ഒരു നല്ലൊരു വൈബിലാണ് എല്ലാവരും. പിന്നെ ഇതാണ് കോഴിക്കോടൻസിന്റെ സ്റ്റോള്. ഇവിടെ ഒരുപാട് അവിടെ നമ്മുടെ ഹൽവായും അങ്ങനത്തെ പോലത്തെ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ സ്റ്റോളാണ്. ഇത് കാണുമ്പോൾ നമുക്ക് നാട്ടിലെ പള്ളിപ്പെരുന്നാളും അമ്പലത്തിന്റെ ഉത്സവം ഒക്കെ ഓർമ്മ വരും കേട്ടോ. അവിടുത്തെ തോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കത് നല്ല രസമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്റ്റോളുകളാണ്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഒരു പുസ്തകമേളയായിരുന്നു. അതായത് നമ്മുടെ മലയാളത്തിലുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ കിട്ടും. ആ സ്റ്റോളാണിത്. അവിടെ ഒരുപാട് ബുക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ബുക്സ്. പിന്നെ ഇതും ഒരു ചെറിയ സ്റ്റോളാണ്. പിന്നെ ഇവരുടെ തട്ടുദോശയായിരുന്നു അല്ലേ, ഓംലേറ്റ് അങ്ങനത്തെ ഒക്കെ കിട്ടുന്നതായിരുന്നു. നല്ല ആക്റ്റീവ് ആയിരുന്നു. അത് കുറേ വോളണ്ടിയേഴ്സ് ആയിരുന്നു. എല്ലാവരും ഒരുപോലത്തെ ഫിസ്പെറോ പീടിക അങ്ങനെ കണ്ടതിൻ്റെ അല്ലേ, അങ്ങനെ ഒരു ഇതായിരുന്നു. ഫിസ്പെറോ പീടിക എന്ന് പറയുന്ന അത് ഇട്ടേക്കുമായിരുന്നു, ചായക്കട പോലത്തെ. പിന്നെ ഇവരും ആക്റ്റീവ് ആയിരുന്നു. ഇവരും അത് തന്നെ ഓരോരോ ആൾക്കാരുടെ ഓരോരുത്തർ എടുത്തിരിക്കുന്ന സ്റ്റാളുകൾ അതെല്ലാം.
അപ്പം ഞങ്ങളുടെ തിരുവാതിരയുടെ ടീമെല്ലാം സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ ഒരു സെറ്റ് പ്രാക്ടീസ് അകത്ത് ക്ലീൻ റൂം ചെയ്തിട്ട് ഞങ്ങളെല്ലാം സെറ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ ലൈനായിട്ട് ഇറങ്ങുമോ ഇവർ തിരുവാതിരയുടെ ഗ്രൗണ്ടിലേക്ക്? ഗണേശം പരമഗുണരൂപം ധ്യാനസംസ്ഥം ശ്രീഗണേശം
അടുത്തത് വടംവലിയാണ്. 8 ടീമുകളാണ് ടോട്ടലായിട്ടും ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് ഫൈനലല്ലേ? ഫൈനൽ. പക്ഷെ ടീമിന്റെ പേര് മറന്നുപോയി. ഒരു ടീമിന്റെ പേര് ഫൈനലിന്റെ മറന്നുപോയി. ആകെ അളിയൻസ് ത്രോകളെ മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ അവരുടെ നല്ല അടിപൊളി വലിയായിരുന്നു. 2 ടീമുകളും ഭയങ്കര അല്ലേ, നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു 2 ടീമും. ഒത്തിരി ടൈം എടുത്ത് വലിച്ചതെന്ന് തോന്നുന്നു അല്ലേ? അതെ, അളിയൻസ് ത്രോയുടെ ജയിച്ചു. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഫുഡ് അടി ആയിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തൊക്കെ നടന്നുകൊണ്ട് നമുക്ക് ഫുഡ് അടി ഒന്നും നടന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂ നിന്ന് ചെന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റോളിലൊക്കെ ഫുഡ് തീർന്നു തുടങ്ങിയായിരുന്നു. പിന്നെ 2-3 സ്റ്റോളിലൊക്കെ വീണ്ടും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ എണ്ണം ഒത്തിരി കൂടുതലായി വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഫുഡിന് വേണ്ടി. Let me see your shoulders work. I mean, I don't know what y'all came here to do, but പിള്ളേരൊന്നും ഒരു രക്ഷയില്ല. ഡാൻസൊക്കെ സൂപ്പറായിരുന്നു. പിള്ളേർ മാത്രമല്ല, അവരുടെ പേരൻസും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്.
പിള്ളേരെയും കൊണ്ട് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി. ഞങ്ങളിവിടെ കുറേ പെർഫോമൻസ് ഇവിടെ മിസ്സായിട്ടുണ്ട്. അത് ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പാടിയവരുണ്ട്. അവർക്ക് സൂപ്പറായിട്ട് പാട്ട് പാടി. എല്ലാവരും നല്ല രസമായിരുന്നു. എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര, പാർട്ടിസിപ്പേഷൻ ഭയങ്കര അടിപൊളി. ഇത് 7 o'clock ഗ്രൗണ്ടിലെ വ്യൂ ആണ്. എനിക്കൊന്ന് 7 o'clock ആയപ്പോഴത്തേക്കും വീണ്ടും ഭയങ്കരമായിട്ട് തിരക്കാവാൻ തുടങ്ങി. പിന്നെ ഒരു കുടിയിൽ നിന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്, അതിൻ്റെ ഗാനമേളയുണ്ട്. അതുകൊണ്ട് അതൊന്ന് കുറേ പേര് വീണ്ടും ഈവനിങ് വന്നതെന്ന് തോന്നുന്നു. പക്ഷേ നല്ല നല്ല പരിപാടിയായിരുന്നു അല്ലേ? പിന്നെ സൂപ്പറായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പർ പരിപാടിയായിരുന്നു, മോശമൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പലതും മിസ്സായിപ്പോയി, അതാണ് പ്രശ്നമായിട്ട്. എല്ലാം ഒന്നും കാണാനുള്ള ഇതും ഉണ്ടായില്ല. പിന്നെ സ്റ്റോൾസ് ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഓവറോൾ സൂപ്പർ. എല്ലാം വലിയവരും ചെറിയ കുട്ടികളും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതെ, ഞങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.